വരുന്നത് കണ്ടോ? അവരെനിക്കൊന്ന് കാണാനേ പറ്റില്ല, കണ്ണൊക്കെ കണ്ടില്ലേ? കണ്ട ഒരുപാടുണ്ട്. എങ്കിലും ആക്സിഡൻറ്റ് പറ്റിയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. കണ്ടില്ലേ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ വരും. അപ്പം മേലങ്ങ് കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ നോക്കണേ, ഇനി ഇവിടെ കൊടുക്കണം. അവർ ഇങ്ങനെ കഴിക്കുന്നു നോക്കണേ. ജസ്റ്റ് നോക്കിക്കോ. ഞാൻ ഇവിടെ ജസ്റ്റ് സൗണ്ട് ഉണ്ടാക്കാൻ വരും, അവരെടുത്തോളും. കണ്ടോ? അവർ കാണൂല. കണ്ടോ? അവർക്ക് കാണാൻ പറ്റൂല. ഹലോ നമസ്കാരം, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ പോയി സുജിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എവിടെയെന്ന് അറിയോ? ജോധ്പൂരിൽ തന്നെയാണ്. ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ? ഇവിടെ വന്ന സമയത്ത് ഞാൻ അറിഞ്ഞൊരു സംഭവമാണ്. ഇവിടെ കുറേ കൗ ഉണ്ട് കേട്ടോ. നമ്മൾ പശുക്കളും അതുപോലെ തന്നെ കുറേ മൃഗങ്ങളുണ്ട് ഇവിടെ. ആക്ച്വലി എന്താ സംഭവം എന്ന് പറയുമോ? ഈ മൃഗങ്ങൾക്കൊന്നും കണ്ണ് കാണില്ല കേട്ടോ. അനുവദിച്ച് എല്ലാവരും ബ്ലൈൻഡാണ്. അത് ഇവർ സംരക്ഷിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ആക്സിഡൻറ്റ് പറ്റിയതും പിന്നെ അസുഖങ്ങളുള്ളതൊക്കെയാണ്. ഇവർക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, കണ്ണ് കാണാൻ പറ്റില്ല. നമ്മുടെ സൗണ്ട് കേൾക്കാൻ പറ്റും, അതുപോലെ തന്നെ സ്മെല്ല് കിട്ടുന്നതാണ് തോന്നുന്നത്. ഇതൊരു ഫുൾ ഏരിയ കേട്ടോ. ഇവർ ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ആൾക്കാരൊക്കെ ആയിരിക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. കണ്ടില്ലേ, ഇതിൻ്റെ രാജസ്ഥാനിലെ ബ്ലൈൻഡ് കൗസ് ഇത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പം ഞാനെന്താ ചെയ്യുന്നറിയാം, ഇവിടുന്ന് ഞാൻ കുറച്ച് പുല്ല് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവർ നമുക്ക് പൈസ കൊടുത്ത് പുല്ല് വാങ്ങാൻ പറ്റും. കണ്ടില്ലേ, ബ്ലൈൻഡ് കൗസാണ്. കണ്ടോ? ഇവരിങ്ങനെ നടക്കും. എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയതൊക്കെ ആയിരിക്കാം. കണ്ടില്ലേ, വരുന്നത് കണ്ടോ? അവരെനിക്കൊന്ന് കാണാനേ പറ്റില്ല, കണ്ണൊക്കെ കണ്ടില്ലേ? കണ്ടോ ഒരുപാടുണ്ട്. എങ്കിലും ആക്സിഡൻറ്റ് പറ്റിയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഒരുപാടുണ്ട്. കണ്ടില്ലേ, ഇവിടെ മുഴുവൻ അങ്ങനെയാണ്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇവിടേക്ക് ഹിന്ദിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. കണ്ടോ? എൻ്റെ കയ്യിൽ കുറച്ച് പുല്ലും കാര്യങ്ങളും കേട്ടോ. കൊടുക്കട്ടെ. ഇതാണ് ഇനി ഇവിടെ കൊടുക്കണം. അവർ ഇങ്ങനെ കഴിക്കുന്നു നോക്കണേ. ജസ്റ്റ് നോക്കിക്കോ. ഞാൻ ഇവിടെ ജസ്റ്റ് സൗണ്ട് ഉണ്ടാക്കാൻ വരും, അവരെടുത്തോളും. കണ്ടോ? അവർ കാണൂല. കണ്ടോ? അവർക്ക് കാണാൻ പറ്റൂല. ജസ്റ്റ് ഒന്ന് കൊടുക്കട്ടെ. 100 രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഈ സംഭവം. പുല്ല് പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ഇങ്ങനെ വാങ്ങിയിട്ട് കൊടുക്കാനുണ്ടല്ലേ. സൗണ്ട് ഉണ്ടാക്കാൻ വരും. അപ്പം മേലങ്ങ് കൊടുക്കുക. കണ്ടോ? ഒരു കഴിച്ചോളും. ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ എനിക്ക് തോന്നി നിങ്ങളൊന്ന് കാണിക്കണം തോന്നി, അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് ഒന്നും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പുല്ല് കൊടുക്കുന്ന തിരക്കിലാണ്. കണ്ടില്ലേ, കഴിക്കുന്നുണ്ടാ വരുന്നു. ഇത് വരുന്നുണ്ട്. അവർ കാണൂല, സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് തോന്നുന്നത്. കണ്ടില്ല, ഒന്നും കാണില്ല അവർക്ക്. സോ സാഡ്. ഇവർക്ക് പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം കിട്ടും. കണ്ടില്ലേ, കഴിക്കുന്നുണ്ടോ? വർക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരുപാടുണ്ട് കേട്ടോ ഉള്ളിൽ. ഒരുപാട് കൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വർക്കേഴ്സുണ്ട്, ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിനുവേണ്ടി അവർക്ക് കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണിത്. ഉണ്ടല്ലേ, ഞാൻ ജസ്റ്റ് വിളിക്കുകയാണ്. വിളിച്ചാൽ മാത്രമേ തിരിഞ്ഞ് നോക്കും. കൊടുക്കട്ടെ. കണ്ടോ? ഇനി ആർക്കാണ് കൊടുക്കണ്ടേ? ഇനി അങ്ങടിയും കൊടുക്കാം. എടുക്കട്ടെ. അവർക്ക് കുറേ കൊടുത്തു കേട്ടോ. ഇനി മറ്റേ ഏരിയയിൽ കൊടുക്കട്ടെ. ഇവിടെയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. വല്ലാത്തൊരു സംഭവം അല്ലേ. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. എൻ്റെ കയ്യിൽ പുല്ല് കണ്ടോ? ക്യാമറയ്ക്ക് പിടിക്കുന്നത് ഇതൊക്കെ ബ്ലൈൻഡ് ആട്ടോ. നോക്കട്ടെ. അവർക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇത് കെട്ടാക്കി വെച്ചാൽ കേട്ടോ. കണ്ടോ? അവരടി കൂടുന്നുണ്ടോ? അവർക്ക് കാണാൻ പറ്റില്ല, സൗണ്ട് കേൾക്കാൻ പറ്റും. കൊടുക്കട്ടെ.
എനിക്ക് വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഈ സംഭവം ജോധ്പൂരിലാണ്. ഗോശാല ഇവിടെ നിന്ന് അന്വേഷിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. ഇത്രയും പേര് അവർ സംരക്ഷിക്കുകയാണ്, കണ്ടില്ലേ? ശരിക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് കേട്ടോ. ഷോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഷോക്കിംഗ് ആണ്. ഇത് കേരളത്തിൽ എല്ലാവരും കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. കണ്ടില്ലേ? അത്രയും കണ്ടില്ലേ? ഒന്നും പറയാണ്ട്, ഒരു വേർഡ്സ് പോലും പറയാനില്ല. കണ്ടില്ലേ? ഡിസേബിൾഡ് പീപ്പിൾസാണ് ഇതൊക്കെ. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. എന്താണ് പറയണ്ടേ? അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സൗകര്യം. ഇവിടെ ആൾക്കാർ വരുന്നു, പുല്ലുകെട്ടി ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കണം എല്ലാവർക്കും. ആലോചിച്ച് നോക്കുക. ഒരു ടിക്കറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് വരാം. നമുക്ക് എന്താണ് ഫുഡ് അവർക്ക് കൊടുക്കാൻ പറ്റും, നല്ല ഫുഡ് വാങ്ങി കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ സ്ഥലം പറഞ്ഞത്. ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചല്ല. ഇങ്ങനെ ഒരു സംഭവം കേട്ട സമയത്ത് എനിക്ക് തോന്നി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ, ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. കണ്ടില്ലേ ആ ഒരു ഇത്? കണ്ടില്ലേ അക്കൗനെ കണ്ടോ? നന്നായിട്ട് നടക്കാൻ പറ്റില്ല, ഡിസേബിൾഡ് ആണ്. നോക്കൂ, അടുത്ത് വന്നിട്ട് നോക്കും. ഇവർ ബ്ലൈൻഡ് അല്ല, പക്ഷെ ഡിസേബിൾഡ് ആണ്. കണ്ടില്ലേ? എന്നെ തന്നെ നോക്കുന്നുണ്ടോ? ഇങ്ങനെയും നോക്കുന്നുണ്ട്. ഡിസേബിൾഡ് ആണ്. കണ്ടില്ലേ? കാല് കണ്ടില്ലേ? അവരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം ഒന്നും പറയാനുണ്ടോ? ഒരുപാടുണ്ട്. ഉള്ളിലൊക്കെ കണ്ടില്ലേ? അതിനുവേണ്ടി നല്ല രീതിയിൽ ഷെൽട്ടർ, പണിക്കാരുണ്ട്. പിന്നെ ഒരു ടിക്കറ്റ് നിരക്ക് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആലോചിച്ച് നോക്കുക, അവർക്ക് ആ ഫുഡിന് വേണ്ടിയിട്ട് പണിക്കാരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കണമെങ്കിൽ ഒരുപാട് ആൾക്കാർ. കണ്ടില്ലേ? ഇതേ ഒരു അങ്കിൾ ജി വന്നിട്ടുണ്ടോ? അങ്കിൾ ജി എൻ്റെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഈ നോർത്ത് ഇന്ത്യയിലൊരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭക്തിയാണ് കൂടുതൽ. എല്ലാവർക്കും ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം, പൂജ എന്നുള്ള രീതിയിൽ ഇവർ വിശ്വസിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. അറിയാലോ, ആ ഒരു രീതിക്ക് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ചപ്പാത്തിയാണ് കൊടുത്തത്. എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഞാൻ പോവാണ്. കണ്ടില്ലേ? ജോധ്പൂരിൽ വന്നിട്ട് പന്നാലാൽ എന്ന് പറഞ്ഞാൽ PANALAL, പന്നാലാൽ ഗോശാല. അതാണ് ഇവിടുത്തെ. ആയിരക്കണക്കിന് കേട്ടോ, ആയിരക്കണക്കിനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആയിരക്കണക്കിന് പശുക്കളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? എന്താ പറയാ, ഒന്നും പറയാനില്ല. അങ്ങ് വരെ കണ്ടില്ലേ? സുമയിലായിട്ട് അങ്ങ് വരെ ഉണ്ട്. മനസ്സിലായോ? ഇത് ശരിക്കും ഇവരെ കൊണ്ടുവരുന്ന ഒരു വെഹിക്കിളാണ് കേട്ടോ. ഇവിടെ കണക്ട് ചെയ്യും, ട്രാക്ടറിനോ മറ്റോ കണക്ട് ചെയ്യും. എന്നിട്ട് അവർ ഇതിൻ്റെ അകത്താണ് കൊണ്ടുവരിക. കണ്ടില്ലേ? ഇതിന് ഹൈറ്റും അത്രയൊന്നും ഹൈറ്റില്ല. കണ്ടില്ലേ? ഈസി ആയിട്ട് അവർക്ക് കയറി പോകാൻ പറ്റും. എന്നിട്ട് ഇവിടെ ടൈ ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുവന്നിട്ടാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മളൊക്കെ നാട്ടിലാണ് എന്താണ് ചെയ്യാല്ലേ? ഇവരെ സംരക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗോമാതാവ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സിസ്റ്റം. കണ്ടില്ലേ? ഗോമാതാവ് സിസ്റ്റം നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അറിയാലോ ഗോമാതാവിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. നോർത്ത് ഇന്ത്യൻ്റെ കൾച്ചർ അറിയാലോ. ജോധ്പൂരിൽ വരുന്നവർ, രാജസ്ഥാനിൽ വരുന്നവർ ഈ ഒരു കാഴ്ച നമ്മൾ തീർച്ചയായിട്ടും കാണണം കേട്ടോ. വന്നിട്ടൊന്ന് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ.